ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് റിപ്പബ്ലിക് ഡേ സ്കൂളിൽ പ്രോഗ്രാം കാണാനായിട്ട് ഞങ്ങളിങ്ങനെ പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഏകദേശം ഒരു 7:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ഇന്ന് സൺഡേ ആണ്. കുർബാന അച്ഛൻ വൈകുന്നേരത്തേക്ക് മാറ്റിയായിരുന്നു കേട്ടോ. ഇങ്ങനെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അച്ഛൻ കുർബാന വൈകുന്നേരത്തേക്ക് മാറ്റി. ഞാനും എൻ്റെ ഫ്രണ്ട് ദീപ ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ സ്കൂളിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അവളുടെ മോന് ദീപയുടെ മോൻ നഴ്സറി പഠിക്കുന്നുണ്ട്. നഴ്സറി കുട്ടികളുടെ പ്രോഗ്രാമും ഉണ്ട് കേട്ടോ. അതിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. കാരണം നമ്മളിങ്ങനെ രാവിലെ കഴിച്ച് ശീലിച്ചത് കൊണ്ട് ഏതായാലും തിരിച്ചു വരുമ്പോഴത്തേക്കും 10:30 കഴിയും. അപ്പം ഏതായാലും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കഴിച്ചു. പിള്ളേരും കഴിച്ചു കേട്ടോ. അവർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളിതാ പോകാനായിട്ട് ഇങ്ങനെ താട്ടിറങ്ങി വരുവാണ് കേട്ടോ. ദീപയുടെയൊക്കെ വണ്ടിക്കാണ് ഞങ്ങൾ കാര്യം വണ്ടിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ കൊച്ചിനെ ഇങ്ങനെ ഒരുക്കി കുറച്ച് ലഗേജൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഏതായാലും വണ്ടിക്ക് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറുവാണ് കേട്ടോ. സ്കൂൾ ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യാൻ അനുവാദമില്ലാത്തത് കൊണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് 1 മിനിറ്റ് പോലും ഇല്ല സ്കൂളിലോട്ട് നടക്കാനായിട്ട്. ഞങ്ങൾ ഏതായാലും എത്തിയത് കറക്റ്റ് ടൈമിലായിരുന്നു. ഇതാ ഞങ്ങളിതാ സ്കൂളിൻ്റെ എൻട്രൻസിലെത്തി കേട്ടോ. ഇതാണ് കേട്ടോ സ്കൂൾ ഗ്രൗണ്ട്. അപ്പം ഇന്നത്തെ ദിവസത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്നലെ ടീച്ചേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നത്തെ ഡേയുടെ ചീഫ് ഗസ്റ്റ്, അതായത് നമ്മുടെ ഈ ആദിത്യ ബിർള യൂണിറ്റിലെ യൂണിറ്റ് ഹെഡ് മിസ്റ്റർ ഉദയകുമാർ പവാർ സാറിൻ്റെ വൈഫും ആയിരുന്നു കേട്ടോ. അപ്പം സാറിനെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും എല്ലാവരും കൂടി വെൽക്കം ചെയ്തു. ഇതാണ് കേട്ടോ സാറും സാറിൻ്റെ വൈഫും.
പോസ്റ്റിങ്ങിനൊക്കെ ശേഷം മാർച്ച് ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ മാർച്ച് ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഇങ്ങേറ്റത്തായിരുന്നു ഇരുന്നത്. അങ്ങനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് നേഴ്സറി കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം ഒരു 4 പ്രോഗ്രാം ഉണ്ടായിരുന്നു മൊത്തത്തിൽ സ്കൂൾ കുട്ടികളുടെ. അങ്ങനെ നഴ്സറി കുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞ ശേഷം മുതിർന്ന കുട്ടികളുടെ പാട്രിയോട്ടിക് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതാണ് കേട്ടോ എറോബിക് ഡാൻസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പിള്ളേർ കളിക്കുന്ന കാണാനായിട്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ആയിരുന്നു കേട്ടോ. അവരുടെ ഡിസിപ്ലിനും ഡിറ്റർമിനേഷനും വിൽ പവറും എല്ലാം ഷോക്കേസ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു ഇത്. ഒത്തിരി നന്നായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തു കേട്ടോ. ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ നാഷണൽ സോങ് പാടി ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ പ്രോഗ്രാം അവസാനിപ്പിച്ചു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാണുന്നവരൊക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുതേ. ഒപ്പം പുതുതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി വെക്കണം കേട്ടോ. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.